ലോക്സഭയിൽ വഖഫ് ബിൽ പാസാക്കിയതിനെതിരെ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ട് കോൺഗ്രസ് എംപി സോണിയാഗാന്ധി. ലോക്സഭയിലും ബുൾഡോസർ നടപടി ബി.ജെ.പി കാണിച്ചുവെന്നും ഒരു രാഷ്ട്രീയം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ ഭരണഘടനയുടെ മറ്റൊരു അട്ടിമറിയാണ്, ഈ നിയമനിർമ്മാണത്തെ അവർ ശക്തമായി എതിർക്കുന്നു എന്നതുമാണ് സോണിയുടെ ആരോപണം. വഖഫ് ബില്ലിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ചുട്ടുപൊള്ളും എന്നതിൽ സംശയമില്ല. കാരണം സോണിയുടെ ഓരോ വാക്കും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നതും. യു.പി.എ സർക്കാരിന്റെ ഭരണകാലത്ത് വഖഫ് ബിൽ ഉണ്ടാക്കുന്നതും. അതുകൊണ്ട് തന്നെ അതിനെ തകർക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയ ബി.ജെ.പിയെ തകർക്കുക എന്ന ഒറ്റ ബുദ്ധിയിലാണ് നെഹ്റു കുടുംബം ഒന്നടങ്കം ഇപ്പോൾ മുന്നോട്ട് പോകുന്നതും. അതിന്റെ തെളിവാണ് ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധി എത്താതിരുന്നതും. ഇന്ന് രാജ്യസഭയിൽ ബില്ല് അവതരിപ്പിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണവും മറ്റൊരു തലത്തിൽ ചിന്തിച്ചാൽ മുസ്ലിങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പരമാവധി വോട്ടുകൾ പെട്ടിക്കുള്ളിൽ വീഴ്ത്തുക എന്നത് തന്നെയാണ്. വഖഫ് ബിൽ മുസ്ലിങ്ങളെ അരികുവൽക്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നും അതുപോലെ വഖഫ് ഭേദഗതി ബിൽ ഒരു ആയുധമാണ് എന്നും ഇത് മുസ്ലിങ്ങളെ അരികുവൽക്കരിക്കുവാനും അവരുടെ വ്യക്തി നിയമങ്ങളും സ്വത്തവകാശങ്ങളും കവർന്നെടുക്കുവാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. അതേസമയം സോണിയാഗാന്ധിയുടെ വിമർശനം കലർന്ന വാക്കുകൾ ഇങ്ങനെയാണ്: വഖഫ് ഭേദഗതി ബിൽ ഫലത്തിൽ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് പാസാക്കപ്പെട്ടു. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് വ്യക്തമാണ്. ഭരണഘടനയ്ക്ക് എതിരാകുന്ന കടുത്ത ആക്രമണമാണ് ഈ ബിൽ. വിദ്യാഭ്യാസമായാലും അതുപോലെ തന്നെ പൗരാവകാശമായാലും സ്വാതന്ത്ര്യമായാലും നമ്മുടെ ഫെഡറൽ ഘടനയായാലും തിരഞ്ഞെടുപ്പ് നടത്തിപ്പായാലും മോദി സർക്കാർ രാജ്യത്തെ ഒരു അഗാധ ഗർത്തത്തിലേക്ക് വലിച്ചിടുകയാണെന്നും നമ്മുടെ ഭരണഘടനാ കടലാസിൽ തന്നെ തുടരുകയും അത് തകർക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശമെന്നും ഞങ്ങൾക്കറിയാമെന്നുമാണ് സോണിയാഗാന്ധി പറയുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരുകളെ ബി.ജെ.പി ആക്രമണാത്മകമായി ലക്ഷ്യം വെക്കുന്നത് പൂർണ്ണമായ നുണകൾ ഉപയോഗിച്ചാണ് എന്നത് പറഞ്ഞ സോണിയാഗാന്ധി കോൺഗ്രസ് എംപിമാർ ശക്തമായി പ്രതികരിക്കണമെന്നും ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും പരാജയങ്ങൾ ഉന്നയിക്കണമെന്നും അവകാശപ്പെട്ടു. വഖഫ് ബില്ലിനെതിരെ കോടതിയെ സമീപിക്കുന്നുവെന്ന് കോൺഗ്രസ് എംപിയും അതുപോലെ JPC അംഗവുമായ ഇമ്രാൻ മാസൂദ് ഇതിനകം തന്നെ പറഞ്ഞിരുന്നു. കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ DMKയും സമാനമായ നീക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോക്സഭയിലേക്കും എല്ലാ സംസ്ഥാന നിയമസഭയിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നിർദ്ദേശം നൽകുന്ന ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലിനെ പാർട്ടി ഒരേ രീതിയിൽ എതിർക്കുമെന്നും അവർ ഉറപ്പിച്ചു പറയുന്നു. സംയുക്ത പാർലമെന്ററി കമ്മിറ്റി പരിശോധിച്ചു വരുന്ന ബിൽ മൺസൂൺ സമ്മേളനത്തിൽ വീണ്ടും അവതരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ഒരു രാഷ്ട്രീയം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ ഭരണഘടനയുടെ മറ്റൊരു അട്ടിമറിയാണ് എന്നും ഈ നിയമനിർമ്മാണത്തെ ഞങ്ങൾ ശക്തമായി തന്നെ എതിർക്കുന്നു എന്നതാണ് സോണിയാഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നതും. അതേസമയം വഖഫ് ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അവതരിപ്പിച്ചു. ലോക്സഭ പാസാക്കുന്നതിന് മുൻപുള്ള കൂടിയാലോചനകൾ എടുത്തു കാണിച്ചുകൊണ്ടാണ് കിരൺ റിജിജു ബില്ല് അവതരിപ്പിച്ചത്. കൂടാതെ തന്നെ വഖഫ് ബില്ലിൽ പരിശോധിക്കാൻ രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ല എന്നും അവർ നിർദ്ദേശിച്ച 44 ഭേദഗതികൾ നിരസിച്ചുവെന്നും കോൺഗ്രസ് പലതവണ അവകാശപ്പെട്ടിട്ടുണ്ട്. വഖഫ് സ്വത്തുക്കൾ നിയന്ത്രിക്കുന്നതിൽ സർക്കാരിന് പങ്കാളിത്തം നൽകുന്ന വഖഫ് ബിൽ 12 മണിക്കൂർ നീണ്ട ചൂടേറിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ലോക്സഭയിൽ പാസാക്കുന്നതും. 288 എംപിമാർ അനുകൂലമായും അതുപോലെ തന്നെ 232 അംഗങ്ങൾ എതിർത്തും വോട്ട് ചെയ്തതിനു ശേഷമാണ് ബില്ല് പാസാക്കിയിരിക്കുന്നത്. എന്നാൽ ഇനി രാജ്യസഭയിൽ കൂടെ ബില്ല് പാസ്സായാൽ ഇന്നത്തെ ദിവസം ചരിത്ര ലിപികളിൽ എഴുതപ്പെടുമെന്നത് തന്നെയാണ് കണക്കാക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.